ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായിരിക്കുന്ന നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൻ്റെ ദൂത് ഇന്നും നമ്മുടെ ഹൃദയത്തിന് ബലവും ആശ്വാസവും നൽകത്തക്ക നിലയിൽ പരിശുദ്ധാത്മാവ് ആഴമായി തൊടുന്ന ഒരു ദിവസമായി തീരുവാൻ ദൈവത്തിൻ്റെ വചനം പ്രത്യാശയിലേക്കും ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിലെ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കുക, വീണ്ടും പ്രതീക്ഷയോടെ പാതവിടത്തിൽ അടുത്ത് ചെല്ലുക, അപ്രകാരമുള്ള പ്രചോദനത്തിന് ദൈവത്തിൻ്റെ വചനം കാരണമായി തീരുന്നല്ലോ. പരിശുദ്ധാത്മാവ് ഇന്നും ഇടപെടുന്ന വചനം നമുക്ക് സമാധാനവും സ്വസ്ഥതയും പകരുന്ന നിലയിൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്ന ദിവസമായി തീരട്ടെ. വചനം കേൾക്കുന്ന ദൈവമക്കൾക്ക് യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എഗസ്കേൽ പ്രവാചകന്റെ പുസ്തകം 36 അധ്യായം 9 ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നു, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് തിരിയും, നിങ്ങളിൽ കൃഷിയും വിതയും നടക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഴമായി തൊടുന്ന ദൂത് ദൈവം പറയുക, ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നു. ദൈവം അനുകൂലമായിരിക്കുമ്പോൾ ഏത് പ്രതികൂല സാഹചര്യത്തെ നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദൈവത്തിൻ്റെ അനുകൂലത ഏത് കഷ്ടതയിലും പ്രതീക്ഷയോടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാനുള്ള ധൈര്യവും ബലവും നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഇന്ന് വചനം കേൾക്കുന്ന ദൈവമക്കളോടുള്ള പരിശുദ്ധാത്മാവ് ആഴമായി ഇടപെടുന്ന ശബ്ദം, ദൈവം എനിക്ക് അനുകൂലമാണ്. ആ ഒരു തിരിച്ചറിവ്, ആ ഒരു കാഴ്ചപ്പാട്, ആ ഒരു ദർശനം എൻ്റെ ജീവിതത്തിന്, എൻ്റെ വിചാരങ്ങൾക്ക്, എൻ്റെ നിരൂപണങ്ങൾക്ക് വലിയ മാറ്റങ്ങൾക്ക് കാരണമായി തീരും. ആ മേഖലകളിൽ എനിക്ക് സന്തോഷിക്കുവാൻ ഇടയാകും. ഞാൻ ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രശ്നത്തിൻ്റെ നടുവിൽ എൻ്റെ ഹൃദയത്തിൽ പ്രത്യാശ വർദ്ധിക്കും, വിശ്വാസം വർദ്ധിക്കും, പ്രതീക്ഷ വർദ്ധിക്കും. കാരണം എൻ്റെ കർത്താവ് എനിക്ക് അനുകൂലമാണ്. ദൈവം എപ്രകാരമാണ് അനുകൂലമായത്? ദൈവത്തെ വിശ്വസിച്ചത് നിമിത്തം, ദൈവത്തെ ആശ്രയിക്കുന്ന നിമിത്തം, ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്ന നിമിത്തം, ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുന്ന ആ തലം തുറക്കപ്പെട്ടപ്പോഴാണ് നമ്മുടെ ജീവിതത്തെ ദൈവം നമുക്ക് അനുകൂലമായിരിക്കുന്നത്. ദൈവത്തിൻ്റെ വൈതലേ, ഭയപ്പെടേണ്ട എന്ന് പരിശുദ്ധാത്മാവ് ആഴമായി ചില ജീവിതങ്ങളോട് ദൂതടപെടുക. ദൈവം അനുകൂലമാ. ആയിരിക്കുന്ന സാഹചര്യം ചുറ്റും പ്രതികൂലമാ. ആയിരിക്കുന്ന അവസ്ഥ ഒരിക്കലും നിൽക്കാൻ പോലും സാധ്യമല്ലാത്ത ഒരിടവാ. എന്നാൽ ദൈവത്തിൻ്റെ അനുകൂലതയാ ആ സ്ഥിതിയിൽ നിലനിർത്തിയിരിക്കുന്നത്. ദൈവം അനുകൂലമാണെങ്കിൽ പ്രതികൂലത്തിന് അതിരുണ്ട്. ദൈവം അനുകൂലമാണെങ്കിൽ ദൈവിക നിയന്ത്രണം പ്രതികൂലത്തിൻ്റെ അനുഭവങ്ങളിലുണ്ട്. ദൈവിക സംരക്ഷണം ആ മേഖലകളിലുണ്ട്. ദൈവത്തിൻ്റെ വൈതലേ, പരിശുദ്ധാത്മാവ് ആഴമായി വിളിച്ചു പറയുന്ന ദൈവശബ്ദം ഇതാ, ദൈവം എനിക്ക് അനുകൂലമാണ്. വചനം പറയുന്നു, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് തിരിയും, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് തിരിയും. ഇസ്രായേൽ ജനത്തിൻ്റെ അടുക്കലേക്ക് ദൈവം തിരിഞ്ഞതാ അവരുടെ വിടുതലിനും സ്വാതന്ത്ര്യത്തിനും പുറപ്പാടിനും ആ കഷ്ടതയ്ക്ക് നീക്കുപോക്ക് സംഭവിപ്പാൻ ഇടയായത് സ്വർഗത്തിലെ ദൈവം, ആ കർത്താവ് ജനത്തിലേക്ക്, അവരുടെ അടുക്കിലേക്ക് അങ്ങ് തിരിഞ്ഞു. ദൈവത്തിൻ്റെ വൈതലേ, പരിശുദ്ധാത്മാവ് ഹൃദയത്തെ തൊട്ട് ദൂതടപെടുക. ദൈവം തിരിയുന്നു, അടുക്കലേക്ക് തിരിയുന്നു. സാഹചര്യങ്ങളെ ഏത് അവസ്ഥയാണെങ്കിലും കർത്താവ് തിരിയുമ്പോൾ അതിനകത്ത് നീക്കുപോക്കുണ്ട്, അതിനകത്ത് വിടുതലുണ്ട്, അതിനകത്ത് രക്ഷയുണ്ട്, അതിനകത്ത് ദൈവത്തിൻ്റെ
ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ ഭുജവ നീട്ടി അത്ഭുതകരമായ ദൈവപ്രവൃത്തിയെ സ്വർഗം വെളിപ്പെടുത്താൻ പോകുന്നത്. ഇന്ന് ഏതെങ്കിലും ഒരവസ്ഥയിൽ കൂടി കടന്നു പോകുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ദൂത് വെളിപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ വൈദ്യലെ ആ പ്രതികൂലമായിരിക്കുന്ന സാഹചര്യത്തിൻ്റെ നടുവിൽ ഒരു വാഗ്ദത്തമുണ്ട്. ആ പ്രതികൂലത്തിൻ്റെ നടുവിൽ ദൈവം നിർത്തിയതിന് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ആ മേഖലകളിൽ ദൈവം അത്ഭുതം ചെയ്യാൻ പോവാ. ആ തലങ്ങളിൽ ദൈവം വിടുതൽ കൽപ്പിക്കാൻ പോവാ. ഇന്ന് വചനം ഏറ്റെടുക്കട്ടെ. എൻ്റെ കർത്താവ് എനിക്ക് അനുകൂലമാ. എൻ്റെ ദൈവം എനിക്ക് അനുകൂലമാ. അതുകൊണ്ട് ഈ സാഹചര്യത്തെ ഞാൻ ഭയപ്പെടത്തില്ല. ഇതിന് നീക്കുപോക്കുണ്ട്. ഈ സാഹചര്യങ്ങൾക്ക് മാറ്റമുണ്ട്. ആ നിലയിലാ ദൈവം സഹായിക്കാൻ പോകുന്നത്. ഇന്ന് ഏതെങ്കിലും വാഗ്ദത്തങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടക്കാനുണ്ടോ? ദൈവത്തിൻ്റെ വൈദ്യലേ, ദൈവം അനുകൂലമായി കൂടെയുണ്ട്. അത് നിറവേറ്റുക ദൈവം കൂടെയുണ്ട്. അപ്രകാരം കർത്താവിൻ്റെ കരം ചാഞ്ഞിറങ്ങാൻ പോകുന്നു. ദൈവം സഹായിക്കും. നിത്യനായിരിക്കും ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ജനത്തെ സഹായിക്കണം. കർത്താവിന്ന് കേൾപ്പിച്ച അങ്ങയുടെ ദൂത് കർത്താവ് അനുകൂലമായിരിക്കുന്നു. ആ ദൈവ ശബ്ദം പല ഹൃദയങ്ങളെ തൊടട്ടെ, വിടുതലായി തീരട്ടെ. അവരുടെ വിഷയത്തിന് വിടുതലായി തീരട്ടെ. ഇപ്പോൾ തന്നെ അത്ഭുതങ്ങൾ നടക്കുക, ദൈവപ്രവർത്തികൾ നടക്കുക. അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസമായി സ്വർഗം തീർക്കുക. അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ജനത്തെ സഹായിക്കണം, ദൈവമക്കളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.